ഈ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ആന്തൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത നഗരസഭയാണ്. അതിപ്പോൾ എന്തെങ്കിലും ഗോവിന്ദമാൾ സംസ്ഥാന സെക്രട്ടറി വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമല്ല. ആന്തൂർ പഞ്ചായത്ത് രൂപീകൃതമായത് മുതൽ തന്നെ അവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. അതിന് അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മൊറാഴ സംഭവം, അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള നിരവധിയായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത. ആ സാന്ദ്രത കുറവ് വരാതെ തന്നെ ജനങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് ആ നിലയിൽ ഇവിടെ സ്വാധീനമില്ലാത്തത്. എന്നാൽ കുറച്ച് സ്വാധീനമൊക്കെ മുമ്പുണ്ടായിരുന്നു. ആ സ്വാധീനം ഇപ്പൊ കുറയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മത്സരിപ്പിക്കാൻ കിട്ടുന്നില്ല. ഇപ്പൊ എങ്ങനെയാ അവർ മത്സരിപ്പിച്ചത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു പഴയ കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, കുഞ്ഞുമ്പോട്ടൻ. അവരുടെ മകള് ഇന്ദിര 7ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. അവരുടെ മകൻ പ്രവീൺ 3ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. അവരുടെ വേറൊരു മകൻ പ്രജോഷ് 25ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. പ്രവീണിന്റെ ഭാര്യ സിജി 27ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. അവരുടെ സഹോദരി സുജാത 28ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകളെ ഓരോ പ്രദേശ സ്ഥാനാർത്ഥിയാക്കി അവിടുന്ന് നിർദ്ദേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, ജനാധിപത്യത്തിൽ എന്താ തടസ്സമുള്ളത്? 2015 മുനിസിപ്പാലിറ്റി ആദ്യ തെരഞ്ഞെടുപ്പിൽ 14 വാർഡ് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 6 വാർഡിൽ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ഓവർകം ചെയ്ത് 26 വാർഡിൽ ഇപ്രാവശ്യം അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഉന്നയിക്കുന്ന എന്ത് ആരോപണം? ശ്യാമൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗോവിന്ദ മാഷ ഭാര്യ എന്ന നിലയിലല്ല, ഞാൻ ഇവിടുത്തെ പാർട്ടി പ്രവർത്തക, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഈ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ്. അതുകൊണ്ട് അതിന് പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകുന്നതല്ലാതെ ഇന്നലൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആർഒനോട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ അവിടുത്തെ ക്യാമറ നോക്കിയാൽ അറിയാം. യഥാർത്ഥത്തിൽ നോമിനേഷൻ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല. അവരാണ് അതിനുള്ളിൽ വെച്ച് വന്ന് ബഹളുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ആന്തൂരിൽ പ്രതിപക്ഷമില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ ദൗർബല്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത ശരിയില്ലാത്ത ആരോപണമാണെന്നാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.